അടുത്തൊരു വാണാല് വന്നേക്കും. ബഹുമാനം ദിലീപിന്റെ പുതിയ സിനിമയാണ്. ഞാൻ കണ്ടിട്ട് വന്നേ ഉള്ളൂ, പറയാതിരിക്കാൻ വയ്യ. എന്റെ പൈസയോ പോയോ? കയ്യിൽ നിന്ന് കാശ് പോയോ? നന്നായി. കയ്യിൽ നിന്ന് കാശ് പോകണം. ഈ പടം ഇറങ്ങുമ്പോഴേ പറഞ്ഞ ഈ ലോജിക്കില്ലാത്ത പടമാണ്. പിന്നെ പോയി കണ്ടിട്ട് കാശ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു വാണാല് വന്നേക്കും. ഇതൊക്കെ എവിടുന്ന് പിടഞ്ഞിട്ട് വരുന്നതാ. നിങ്ങളതെങ്കിലും പോവാതിരിക്കട്ടെ. ഒരു വഹയ്ക്കും കൊള്ളത്തില്ല. ചുമ്മാ പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് കുറെ ആൾക്കാർ കൊള്ളാന്ന് പറയുന്നു. നിങ്ങൾ കേട്ട് വെറുതെ പോയി അബദ്ധത്തിൽ ചാടരുത്. കൊള്ളത്തില്ല. പോകേണ്ടവര് പോയി കാണും, കാണേണ്ടവര് പോയി കാണും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കാണേണ്ടവര് കാണും, ഇഷ്ടമുള്ളവര് കാണും, ഇഷ്ടമില്ലാത്തവർ കാണത്തില്ല. പിന്നെ പോയി കാണരുതെന്ന് പറയേണ്ട കാര്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പോകരുത്, അത്രയേ ഉള്ളൂ കാര്യം. കയ്യിൽ നിന്ന് കാശ് കളഞ്ഞെങ്കിൽ കണക്കായി പോയി. നിങ്ങൾക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോക്കും. സംഭവം സിനിമ തുടങ്ങുമ്പോൾ ഇവര് ലോജിക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് വേണ്ട ലോജിക്കൊക്കെ ഇവര് വാഴ വെതറിയിട്ടുണ്ട്. ഇവർക്ക് കയ്യിൽ നിന്ന് കാശ് പോയിക്കില്ല, കണക്കായി പോയി. നല്ല കാര്യമുണ്ടോ? കടിക്കുന്ന പട്ടിയും പഠിക്കേണ്ട കാര്യമുണ്ടോ? കുറെ പേഴ്സണൽ വൈരാഗ്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി, ആ ഗ്രഡ്ജൊക്കെ തീർക്കാൻ വേണ്ടി കുറെ പഞ്ച് ഡയലോഗുകളും ഉണ്ടാക്കിയിട്ട് ഒരു സിനിമ അങ്ങോട്ട് അടിച്ചിറക്കിയിരിക്കുന്നു. ചിലപ്പോൾ അത് വ്യക്തിയോടാവും, ചിലപ്പോൾ അത് ഒരു അതോറിറ്റി. ഇതുവരെ അറിയത്തില്ലയോ? എന്റെ പൊന്നോ, നിങ്ങൾ എന്തൊരു വിവരക്കേടാണ്. നാക്ക് തുറന്ന് ഇതുപോലെ വിവരക്കേട് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ കഥയായിട്ടും നമ്മൾ കവിതയായിട്ടും ഒക്കെ എഴുതുന്നത്. നമുക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ അവര് സിനിമയായിട്ട് എഴുതുന്നത്. ഇപ്പൊ അവർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ സിനിമയായിട്ട് എഴുതി. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നൊന്തോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോവും, നിങ്ങൾക്ക് ശരിക്കും നോവും എന്നറിയാം. ഇത് പടം കാണാൻ സുഖിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല, പടം കണ്ട് സുഖിക്കാൻ വേണ്ടി പോയതല്ലെന്ന് നമുക്കറിയാം. അത് വേറെ കാര്യം. ഇത് ഉദ്ദേശം വേറെയാണ്. അത് എന്തായാലും വലിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അവിടെ കൊണ്ട് കാശ് കൊടുത്തില്ലേ? നിങ്ങൾക്ക് പൈസ കൊടുത്തില്ലേ? ആ പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയൊന്നുമില്ലല്ലോ. പോയി വലിച്ചു ായിരിക്കാം എന്തോ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പടത്തിന് വലിയ ലോജിക്കും കാര്യമൊന്നും ഇല്ല. മാസം തോന്നുന്നു. അല്ലെങ്കിൽ പേര് കാണുമ്പോൾ തന്നെ മോഹൻലാൽ സാറിന് തിരികെ പോയിട്ടൊരു പേര്, ഈ പേര് കണ്ടപ്പോഴൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. നല്ല പേരായിരുന്നല്ലേ? അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് പറയാം, നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കണ്ട, നിങ്ങൾ നല്ല പേരല്ല എന്ന് പറയാം. പേര് കേട്ടിട്ടുന്ന വരുതാ കൊള്ളാത്ത ഒരു പേര് പറയാതിരിക്കാൻ വയ്യ. പിന്നെ മോഹൻലാൽ സാറിന്റെ കാര്യം, പുള്ളിയെ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് മാർക്കറ്റിംഗ് നടക്കും. പുള്ളിയുടെ കുറച്ച് ഈ പറയുന്ന മുണ്ട് മടക്കി കുത്തും, മീശവിരി, അങ്ങനെ കുറെ നാച്ചുറൽ സാധനങ്ങളെ. അതെ, ലാലേട്ടൻ മുണ്ടൊക്കെ മടക്കി കുത്തി വരുന്നത്. ലാലേട്ടൻ നല്ല രീതിയിൽ അഭിനയിക്കും. ലാലേട്ടന്റെ പേരിലേ അറിയത്തുള്ളല്ല. ദിലീപിന്റെ പേര് അറിയത്തില്ല. പടം ലാലേട്ടന്റെ പേര്, ലാലേട്ടനെ കാണാനല്ലേ വരുന്നത്. ചേച്ചി ആദ്യം മുടി പിടിച്ചെന്ന് കെട്ടിവെക്ക്. ണ്ടിട്ടുണ്ട് മോഹൻലാൽ എന്നുള്ളൊരു പേര് തന്നെയാണ് ഇപ്പൊ ഈ പടത്തിന് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എല്ലാവരും കൊള്ളാന്ന് പറയാൻ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാൻ പടം കൊള്ളത്തില്ല. ലാലേട്ടന്റെ പടം കൊണ്ട് മാത്രമേ ആൾക്കാർ കയറത്തുള്ളൂ. അതുകൊണ്ട് വേറെ ആരുടെ പടം കൊണ്ട് ഇതുവരെ ആരും തിയേറ്ററിൽ കയറിയിട്ടില്ല. ദിലീപിന്റെ പടം തിയേറ്ററിൽ കയറിയിട്ടില്ല. വിനീത് ശ്രീനിവാസന്റെ പടങ്ങളിൽ കാണാൻ തിയേറ്ററിൽ കയറിയിട്ടില്ല. വേറെ ആരുടെ പടം ലാലേട്ടന്റെ പടം ആയതുകൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ കയറുന്നത്. ദൈവത്തെ ഓർത്ത് വാ തുറന്ന് വിവരക്കേട് പറയും.